Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. എന്നാ വിശേഷം പറയാനല്ല, ഈസ്റ്റർ ഒക്കെ അടുക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെ ചെയ്യാം. ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഉള്ളിക്കോഴിയാണ് ചെയ്യാൻ പോകുന്നത്. ഉള്ളിക്കോഴി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ്, ഒരു നാടൻ രുചിയാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധാ സാധനങ്ങളൊക്കെ മതി. പക്ഷെ എന്നാന്നോ, അതിനകത്ത് ഏറ്റവും കൂടുതൽ ചെറിയ ഉള്ളിയുണ്ട്. അത് ഒരു എടുക്കുമ്പോൾ തന്നെ ഇറച്ചിക്ക് ഏറ്റവും കൂടുതൽ സ്വാദ് അത് തന്നെയാണ് വരുന്നത്. എന്നതാണേലും വർത്താനം പറഞ്ഞ് റെസിപ്പിയുടെ സമയവും പോകും. ഇതിന് കുറച്ച് സമയം എടുക്കും വേവാനൊക്കെ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അത് വേറെ ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ചേർക്കുന്ന രീതിയും ഒക്കെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടൊന്ന് നോക്കിക്കോ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി. ഇത് ഇഞ്ചി ചതച്ചെടുത്ത് വെച്ചേക്കുന്നതാ. ഒരു കിലോ കോഴിയാണെങ്കിൽ 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളി അതിൻ്റെ കണക്ക്. അതേപോലെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് ഇത് കുറച്ച് പച്ചമുളക്, എരിവ് അനുസരിച്ച് നമുക്ക് എടുക്കാം. ഇതൊരു 4 എണ്ണം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ചെറിയ ഉള്ളി. ഈ ചെറിയ ഉള്ളി എത്രയാണെന്നറിയോ? ഒരു 10-30 ഉള്ളി വരുവേ. ഇത് നമ്മുടെ ഈ കല്ലിലൊന്ന് ചതച്ചെടുത്താൽ മതി. അതെല്ലാം മിക്സിയിലാന്നേൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടിയത് തേങ്ങാക്കൊത്ത്. ഈ തേങ്ങാക്കൊത്ത് എത്രയാണ് നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ അത്ര ഇട്ടു. എനിക്ക് ബേസിക്കലി ഇറച്ചി കിടക്കുന്ന തേങ്ങാക്കൊത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യും, കുറച്ച് കൂടുതലിടും. പിന്നെ വേണ്ടിയത് ഇച്ചിരി മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. കാര്യം പച്ചമുളകിൻ്റെ എരിവിൻ്റെ എത്ര നമുക്ക് അറിയാനൊക്കത്തില്ല ചില സമയം. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു കഷ്ണം പട്ട, കുറച്ച് ഗ്രാമ്പു, പിന്നെ ഒരു 3-4 ഏലക്ക. ഇതിപ്പോൾ കുരുമുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. കുരുമുളകാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. പിന്നെ ഉള്ളത് ഒരു ഇച്ചിരി ഉപ്പ്. ഇതെല്ലാം പോയിട്ട് ഇനി കുറച്ച് ഉള്ളിയാണ് വേണ്ടത്. ഉള്ളിക്കോഴി എന്ന് പറയുമ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ ഉള്ളി വറുത്തിടുകയല്ലേ മേളിൽ, എന്ന് പറഞ്ഞ പോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇത് വറുത്ത് കോരണം. പിന്നെ ഒരു മുഴുത്ത തക്കാളി അരിഞ്ഞു വെച്ചേക്കുക. ഇത് ഏകദേശം 1 കിലോളം ഉള്ള ചിക്കനുണ്ട്. അതിൻ്റെ ഒരു കണക്കാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഉള്ളത് കറിവേപ്പില, അത് കുറച്ച് കൂടുതലിട്ടോ. പിന്നെ ഇതിലെല്ലാം ഉപരി പോയിട്ട് നമുക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും വേണം. ഇത്രയും ആവശ്യമാണ് നമുക്ക് വേണ്ടത്. ഇതിനകത്ത് നമുക്ക് വീട്ടിൽ സ്ഥിരമില്ലാത്തത് റെഡ് ചില്ലി ഫ്ലേക്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്ന റെഡ് ചില്ലി ഫ്ലേക്സ് നമ്മൾ സ്റ്റോർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, അന്നേരം അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്താലും മതി. ഇനി ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയ സാധനങ്ങൾ, ആദ്യം ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടട്ടെ. എല്ലാ കാര്യവും തുടങ്ങുമ്പോൾ മഞ്ഞ ഏറ്റവും ഐശ്വര്യമാണെന്ന് പറയുകയല്ലേ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം പിന്നെ ഇടാനുള്ളത് അരപ്പുണ്ടാക്കുമ്പോൾ. പിന്നെ കുറച്ച് മുളക് പൊടി, അതിൻ്റെ കൂടെ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി, ബാക്കി വേണം. അതേപോലെ 1.5 ടീസ്പൂൺ വെളുത്തുള്ളി, പച്ചമുളക്. ഇത് ചെറിയ ഉള്ളിയാണേ. ഇതൊരു 10-30 ചെറിയ ഉള്ളിയുണ്ട്. അതിൻ്റെ കൂടെ ഈ നിറച്ചുള്ള തേങ്ങാക്കൊത്ത്. ഇത് പ്രത്യേകം വേറെ ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളത് കുറച്ച് ഉപ്പ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് തിരുമ്മി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇട്ടേക്കാം അല്ലേ. ഇനി ഇതങ്ങോട്ട് നല്ലതായിട്ട് തിരുമ്മി ആ ചിക്കനേൽ പിടിപ്പിക്കാം. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മളൊന്ന് ചേർത്താലോ. ഇച്ചിരി വെളിച്ചെണ്ണയും ചേർക്കാം. ചെറിയ ഉള്ളിയും ഇതെല്ലാം ഇട്ട് തിരുമുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ മണവും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ. ഇനി ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. കൈ കഴുകിയിട്ട് അടുത്തത്. മസാല തേച്ച് വെച്ചേക്കുന്ന ചിക്കൻ ആണെങ്കിൽ ഒരുപാട് നേരം ഇരിക്കുമോ അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ഒരടുപ്പ്, എന്താ പറയുക, 2 അടുപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേഗം ആക്കാവുന്നതേ ഉള്ളൂ. ഈ സൈഡിൽ
ഞാൻ ആ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാ. അതിനായിട്ട് ഒരു പാൻ വെച്ചേച്ച് ഇതിനകത്തൊരു ഇച്ചിരി എണ്ണ ഒഴിക്കാം കേട്ടോ. കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഞാൻ തന്നെ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ കംപ്ലീറ്റ് ഇടുക. ഓക്കെ, ഇനി ഈ ചിക്കൻ ഇവിടെ ഇരുന്ന് വേവട്ടെ. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇപ്പുറത്ത് എന്നാ ചെയ്യുന്ന വെച്ചാൽ അടുപ്പ് കത്തിച്ചേച്ച് നമ്മുടെ ഉള്ളിക്കോഴിയല്ലേ, അപ്പൊ ഇതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടു. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന സവാള കംപ്ലീറ്റ് ബിരിയാണി പോലെ, ബിരിയാണിക്ക് നമ്മൾ മേളിലിടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഒന്ന് വറുത്ത് കോരണം. അന്നേച്ച് വേണം ബാക്കി ചെയ്യാൻ. ഇത് രണ്ടും ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തിൽ നമുക്ക് അരപ്പരക്കണം. ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ അല്ലെങ്കിൽ സമയം പോവേ. വേവാൻ വെച്ച ചിക്കനിലോട്ടും കൂടെ നമുക്ക് കണ്ണൊരു ശകലം പോണം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് അടി പിടിക്കും. അന്നേരം അത് നോക്കിക്കോണേ. ഇനി അടി പിടിക്കാനുള്ള ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാം. അല്ല, ചിക്കനേന്നും കൂടെ കുറച്ച് വെള്ളം ഊറുമല്ലോ. ഇനിയിപ്പോ ഉള്ളി വറുക്കാൻ തൽക്കാലം നമുക്ക് ഈ അടപ്പാത്രം വേണ്ട. അന്നേരം ഞാൻ ഇതിലോട്ട് അടച്ചു വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വേവട്ടെ. ഈ സമയം ഇപ്പുറത്ത് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചേച്ച് ആ ഉള്ളി കുറച്ചൊന്ന് വറുത്തെടുക്കാം. ഉള്ളി മൂക്കാൻ നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ നല്ലോണം മൂത്ത് കഴിഞ്ഞാലേ ചൂടായാലേ ഉള്ളി പെട്ടെന്നാവത്തുള്ളൂ. അപ്പൊ ആ സമയം കൊണ്ട് നമുക്കിവിടെ അരപ്പാക്കി എടുക്കണം. അതെന്നൊക്കെ വേണ്ടിയെന്നറിയാവോ? ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി, നേരത്തെ നമ്മൾ ആ ഇറച്ചിയിൽ പെരട്ടിയില്ലേ ആ സെയിം സാധനം. അതുകൊണ്ട് 2.5 ടീസ്പൂൺ ടു ഇപ്പോൾ 1 കിലോ ആണെങ്കിൽ ഞാൻ ഇടുന്ന ടീസ്പൂൺ കണക്കിന് 4. അപ്പോൾ 50-50 ബേസിസ് ഇട്ടോളൂ. പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി ഇഞ്ചി. നേരത്തെ നമ്മൾ ഇഞ്ചി ഇട്ടായിരുന്നു, എന്നാലും ഇതിനകത്ത് ഒരു അരപ്പിന് വേണ്ടി മാത്രം, ആ ഫ്ലേവറും കൂടെ ആ അരപ്പിൽ വരാനായിട്ടാണേ. കുറച്ച് വെളുത്തുള്ളി, ഇനി നമ്മുടെ സ്പൈസസ്, അതായത് പട്ട ഒരു കഷ്ണം, ഗ്രാമ്പു ഒരു 3-4 ഏലക്ക 2-3, അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി, അതും 1 ടീസ്പൂൺ. ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഉള്ളി മൂക്കാനുള്ള എണ്ണ നല്ലോണം ചൂടായി. ഈ അരപ്പ് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ആദ്യം ഒന്ന് ഉള്ളി ഇടട്ടെ. ഇവിടെ ഇരുന്ന് മൂക്കുന്ന സമയം അരപ്പരക്കും. ഉള്ളി നല്ലതായിട്ട് മൂത്തു, അത് ഞാൻ മാറ്റുക. ഇനി ഇതിനകത്തോണ്ട് സെയിം എണ്ണയിൽ തന്നെ തക്കാളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണേ. തക്കാളി മൂപ്പിക്കാ ചെയ്യുന്നത്, പക്ഷേ ഈ പറഞ്ഞ പോലെ തക്കാളിയിൽ വെള്ളമയം ഉണ്ടെങ്കിൽ അത്രയും മൂക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്ന് വഴറ്റിയെടുക്കാം.
ഈ തക്കാളി മൂക്കുന്ന സമയം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പില്ലേ, അതായത് മഞ്ഞപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരച്ചു വെച്ചില്ലേ, ആ അരപ്പ് ഞാൻ ഇതിനകത്തോട്ടിട്ട് അതും ഒന്ന് മൂപ്പിക്കണം. നമ്മൾ ഈ രണ്ടാമത് ചേർത്തിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അതിങ്ങനെ മൂത്ത് ഇങ്ങനെ തരിതരിപ്പായിട്ട് വരികയല്ലേ, അന്ന് പറഞ്ഞ പോലെ മൂക്കണം. ചുവട് കട്ടിയുള്ള പാത്രം വന്നേൽ ഈ പറഞ്ഞ പോലെ കുറച്ച് വേഗം വേഗം കാര്യങ്ങൾ നടക്കും. കണ്ടോ, അതേണ്ടേ നോക്കി എണ്ണ തെളിയുകയും ചെയ്യും, പെട്ടെന്ന് ആ ഒരു വാട്ടർ കണ്ടന്റ് അതിനകത്ത് നിന്ന് പോവുകയും ചെയ്യുവേ. നമ്മൾ ഇറച്ചിയിൽ മാത്രമേ ഉപ്പിട്ടുള്ളൂ, ഇതിനകത്തൊന്നും ഉപ്പിട്ടിട്ടില്ല. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതേണ്ട ആ ബാക്കി അരപ്പിന്റെ വെള്ളവും കൂടി ഇതിനകത്തോട്ട് അങ്ങ് ഒഴിക്കുക. നമ്മൾ ഇറച്ചിയിലൊന്നും അധികം ഇട്ടിട്ടില്ല, ഒന്നും മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ആയിട്ടിരിക്കുന്നത്. മെയിൻ അരപ്പെന്ന് പറയുന്ന ഇതാ. ഇറച്ചിക്കകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അരപ്പിനകത്തൂടെ ഇട്ടിട്ട് കൂട്ടുന്നില്ല. പക്ഷെ എന്നാലും അരപ്പെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് നോക്കണം. ഓക്കെ, നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞു. ഇനി തീ അങ്ങോട്ട് കുറച്ച് വെച്ചേച്ച് അതേണ്ട ഈ വേവാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഞാൻ വേണ്ട ഈ അരപ്പിലോട്ട് അങ്ങോട്ട് ചേർക്കാൻ പോവാ. ഇതിപ്പോ അര വേവാ വന്നിരിക്കുന്നത്. ഇതിനിപ്പോ ഫുള്ള് ബാക്കി മസാലയിൽ കിടന്ന് ഒന്ന് വേവണം. ഇത് ഡ്രൈ ആക്കി എടുക്കാം, അതല്ല നല്ല ഗ്രേവി ആയിട്ട് തിക്ക് ഗ്രേവി ആണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാട്ടോ. ഞാൻ എന്തായാലും ഒരു പെരണ്ട ഗ്രേവിയാ ചെയ്യുന്നത്. ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് കറിവേപ്പില വേണം. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയില്ലേ, ഒന്നെങ്കിൽ കയ്യിൽ അങ്ങ് തിരുമ്മിയിടാം, അല്ലെങ്കിൽ ചുമ്മാ ഇട്ടാലും മതി. നേർപകുതി ഇടുന്നത്, നേർപകുതി നമുക്ക് ഇച്ചിരി അലങ്കരിക്കാനും വെച്ചേക്കാം. ഇനി നോട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്. ഇത് ശരിക്കും നമ്മുടെ ഇഷ്ടമാണ്, ഓപ്ഷണലാണ്. 1 ടീസ്പൂൺ നിറച്ചിടാം. പിന്നെ എരിവിൻ്റെ ഒക്കെ അളവ് നോക്കണമല്ലോ, ചുമ്മാ നമുക്ക് എരിവ് കൂട്ടാനും ഒക്കത്തില്ല. നമ്മൾ വരുന്ന ഗസ്റ്റിന് അങ്ങനെ ഒത്തിരി എരിവ് കൊടുത്തങ്ങോട്ട് നമുക്ക് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം ഞാൻ 1 സ്പൂണേ ഇട്ടുള്ളൂ. ഇനി കുറച്ച് വെള്ളം അതും കൂടെ ഒഴിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഇറച്ചി വേവാനും വേണ്ടിയിട്ടുള്ള വെള്ളമൊന്നും ഇതിനകത്തില്ല. ആ ഗ്രേവിക്കകത്തെ കംപ്ലീറ്റ് എന്താ പറയുക, ഫ്ലേവർ, രുചി എല്ലാം നമ്മുടെ ഇറച്ചി പിടിക്കണ്ടായോ. അന്നേരം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇറച്ചിക്ക് തന്നെ ഒരു പച്ചച്ചോവ് വരും, എനിക്കത് ഒട്ടും പിടിക്കുകയില്ല. പിന്നെ ഇച്ചിരി വെള്ളം ഒഴിക്കുവാന്നേൽ ഗ്രേവിയുടെ അളവ് നമുക്ക് മനസ്സിലാവും എത്ര വേണം എന്നുള്ളതല്ലേ. ഇത്രയും നാടൻ വിഭവവും ഇത്രയും രുചികരമായിട്ട് ഞാനിന്ന് ആനീസ് കിച്ചണിൽ റെസിപ്പി ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഗസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഇന്ന് ആനീസ് കിച്ചണിൽ ആരാ വരുന്നതെന്ന് വെച്ചാൽ ദ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേഴം ഗോപകുമാർ സാറാണെന്ന് വരുന്നത്. അപ്പം എന്നാന്ന് വെച്ചാൽ അദ്ദേഹം ഭയങ്കരമായിട്ട് മീനിനോട് പ്രിയം കൂടുതലാന്ന് കേട്ടറിവ്, അറിയില്ല. പക്ഷെ എന്നാലും ചോദിച്ചു മനസ്സിലാക്കാം. അഥവാ കൂടുതൽ മീനാ കഴിക്കുന്നെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ ഈ നാടൻ രുചി കൂടെ അദ്ദേഹത്തിന് കൊടുക്കണമല്ലോ. എപ്പോഴും കഴിക്കുന്നതിനൊരു വ്യത്യാസം വേണം അല്ലേ, നമ്മുടെ ഓരോ റെസിപ്പിക്കും ഓരോ സ്വാദിനും. അത് പക്ഷേ നമ്മുടെ സ്വാദ് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വിഭവം കൂടെ ആയിരിക്കണം. ഒരു ചേഞ്ചൊക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്നില്ലേ, അതേപോലെ നമുക്ക് അദ്ദേഹത്തിന് ഒരു ചേഞ്ച് കൊടുക്കാം. അറിയില്ല മീനാണോ ഇറച്ചിയാണോ അദ്ദേഹത്തിന് ഇഷ്ടം, പക്ഷെ കേട്ടറിവ് മീനാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാ ചിക്കൻ ചെയ്തതെന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ ഒരു ചേഞ്ച്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര നാടൻ വിഭവം ചെയ്യാമെന്ന് വിചാരിച്ചത്. നാടൻ വിഭവങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് സമയമെടുക്കും. അതിന് അതിൻ്റെതായ രീതിയിൽ അടുപ്പിലാണെങ്കിൽ ഗംഭീര സാധനമായത് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നമുക്ക് നമ്മുടെ പരിമിതി കൊണ്ട് ഗ്യാസിലേ ചെയ്യാനൊക്കത്തുള്ളൂ. പക്ഷെ സമയം കൊടുക്കാമല്ലോ.
നമസ്കാരം സർ. നമസ്കാരം. ഹാർട്ടി വെൽക്കം ടു മൈ ഷോ സർ. ഓക്കെ, താങ്ക് യു. സാറിനോട് ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളിപ്പം എല്ലാം കാണുന്ന കുടുംബ പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ. എനിക്ക് ആസ് എ കുടുംബിനി എന്ന് പറയുമ്പോൾ എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ പഠിപ്പിച്ചു തന്ന കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഡെപ്തായിട്ട് എനിക്ക് അറിയില്ല സർ. പക്ഷെ എന്നാലും ഒരു കുടുംബിനി എന്ന നിലയ്ക്ക് ഒരു വീട്ടമ്മയ്ക്ക് വേണ്ട കുറച്ച് ചോദ്യങ്ങളില്ലേ, അതൊക്കെ എനിക്കൊന്ന് സാറിൻ്റെ ഒന്ന് ഇച്ചിരി അറിവുകൾ തീർച്ചയായിട്ടും പറയണം. ആദ്യം പക്ഷെ എനിക്ക് അതൊന്നും അല്ല ചോദിക്കാനുള്ളത്. രാഷ്ട്രീയം എന്നൊരു കുപ്പായം മാറ്റി വെച്ചാൽ സാറിൻ്റെ ഫാമിലി എല്ലാം ഞങ്ങൾക്ക് പ്രേക്ഷകർക്കൊന്ന് സാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണം. ഭാര്യയും 2 മക്കളും ചേർന്നാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഓക്കെ. ഭാര്യ നേരത്തെ സർവീസിലായിരുന്നു, ഹൈക്കോർട്ടിലായിരുന്നു, കോർട്ട് ഓഫീസറായിരുന്നു, റിട്ടയർ ചെയ്തു. 2 പെൺകുട്ടികളാണ്. മൂത്തമോള് ഇപ്പോൾ IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് പോകുന്നു. രണ്ടാമത്തെ മോള് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ PhD ചെയ്യുന്നു. ഓക്കെ, സന്തോഷം സർ ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ലേ സർ. അത് ഒരു ചോദ്യം ഒന്നുകൂടെ എന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയം അല്ലാതെ സാറിനുള്ള എന്റർടൈൻമെന്റ്സ് അല്ലെങ്കിൽ സാറിന്റെ ഹോബീസ് അതൊക്കെ എന്തൊക്കെയായിരിക്കും? ശരിക്കും ഞാൻ രാഷ്ട്രീയക്കാരനപ്പുറം, രാഷ്ട്രീയക്കാരനായില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു കലാകാരനായി മാറിയാനായിരുന്നു. അത് ശരി. ഞാൻ എൻ്റെ നാട്ടിൽ ഒരു സാംസ്കാരിക സംഘടന ഉണ്ടായിരുന്നു, ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്. ചിറ്റയം എന്ന് പറഞ്ഞ സ്ഥലം കൊല്ലമാണ്, കൊല്ലം പെരിനാട്. അപ്പോൾ അതിലൂടെ വളർന്ന് പാട്ട് പാടാനും ചിത്രം വരയ്ക്കാനും അഭിനയിക്കാനും അത് തുടങ്ങി. പിന്നീടാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വരികയും പിന്നീട് പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തനായി മാറുകയും ചെയ്തു. എന്നാൽ ഇതിനിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കലാപ്രവർത്തനങ്ങൾക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ MLA ആയതിനു ശേഷം അടൂർ ഓണം എന്ന് പറഞ്ഞ് 3 ദിവസം എല്ലാ വർഷവും ഓണത്തിന് പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. സാറാണ് ലീഡർഷിപ്പ് എടുത്ത് ചെയ്യാറുള്ളത്. ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടോ സർ കലയോട് താല്പര്യമുള്ള? വൈഫ് പാടും. അല്ല, സാറിന്റെ അച്ഛൻ അമ്മ ആരുമില്ല. അപ്പൊ സാർ ആ സമയത്തെ കലാരംഗത്ത് ഭയങ്കര സജീവമായതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അച്ഛൻ പക്ഷേ സാംസ്കാരിക പ്രവർത്തകനായിരുന്നു. ക്ലബിലൂടെ വളർന്നു വന്ന ആളെന്നുള്ള നിലയിൽ അവരുടെ ഒരു അന്നത്തെ കാലത്ത് അവരുടെ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു സംസ്കാര സമാജം. ഓ, അത് ശരി. അപ്പൊ അച്ഛന് ഇഷ്ടമായിരുന്നു ഇതൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകണം. അപ്പൊ സാർ ഒരു കാര്യം ചെയ്യണം. സാറിന് അഭിനയം മാത്രമല്ല പാട്ടും ഭയങ്കര ഇഷ്ടമാന്നുള്ളത് എന്റെ ഒരു കേട്ടറിവാണ്. ശരിയാണോ സാർ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഷോ ഒരു നല്ല പാട്ടോടുകൂടി തുടങ്ങിയല്ലോ സാർ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അപ്പൊ ഈ കലാരംഗത്തൊക്കെ സാർ നാടകം അങ്ങനെയൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു. സംവിധാനം ഒരു നാടകം അന്ന് സംവിധാനം ഒരു പിന്നെ ചെറിയ നാടകം. അതെന്ന് വെച്ചാൽ അന്ന് ഈ അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ രാഷ്ട്രീയ പ്രമേയം വെച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ, അന്ന് ഇന്ദിരാഗാന്ധി ആണ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത്. അപ്പം അതിനെതിരായിട്ടുള്ള ഒരു നാടകം അന്ന് ഞാൻ തന്നെ രചിച്ചു, ഞാൻ തന്നെ സംവിധാനം ചെയ്തു. ഏകാംഗ നാടകം ഞാൻ തന്നെ അഭിനയിച്ചു. അപ്പൊ സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, സാർ കലാരംഗത്ത് ഇത്രയും നല്ല സജീവമായി നിന്ന സമയത്ത് സാർ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് തിരിയാനുണ്ടായ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ അതും ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജനെ ഉരുട്ടിക്കൊന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ. അന്ന് ഈ സ്കൂളുകളിലും കോളേജിലൊക്കെ വലിയ ശക്തമായ പ്രക്ഷോഭം നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ AISFൻ്റെ യൂണിറ്റ് ഭാരവാഹിയായി അങ്ങനെ ആ രംഗത്തേക്ക് സജീവമായി മാറി. പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഞാൻ AISFൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി മാറി. അപ്പൊ സാർ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സാറിന് എന്താണ് പ്രചോദനം ചെയ്തത്? എന്ത് നാടിന് വേണ്ടി ചെയ്യണം എന്ന്? അതായത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം പ്രധാനമായും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങളെ സഹായിക്കുക. നമ്മുടെ മുന്നിൽ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ പാവപ്പെട്ടവർ, നിരാലംബർ, നിരാശ്രയർ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും, ആ നിലയിൽ ഒരു സാമൂഹ്യ പ്രവർത്തനമായി മാറുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് അത്തരം പ്രവർത്തനങ്ങളോട് സജീവമായി പങ്കാളുകയും അങ്ങനെ സജീവമായ രാഷ്ട്രീയത്തിലേക്ക് വരിക. ശരിക്കും സാറിന് അതിനൊരു ശരിക്കും ഒരു ചെറിയ മാറ്റമെങ്കിലും വരുത്താൻ സാധിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ഒരുപാട് പേര്. ഞാൻ 95 കൊട്ടാരക്കര താമസമായി. അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് വന്ന് കൊട്ടാരക്കര താമസം 89 79 അപ്പോൾ വന്നിട്ട് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുമ്പോൾ അടുത്ത പഞ്ചായത്തിൽ അംഗമായി കൊട്ടാരക്കര.
ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ എന്നോട് ആർ ബാലകൃഷ്ണപിള്ള സാർ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. സാർ അന്ന് MLA കൂടാണ്. അന്ന് MLA മാർക്ക് പഞ്ചായത്ത് മത്സരിക്കാൻ പറ്റും, പിന്നീട് അത് മാറി. അപ്പോൾ അന്ന് ഈ സാധാരണ ആളുകൾ വന്ന് ഈ പല കാര്യങ്ങൾക്കും വന്ന് താഴെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വന്നിങ്ങനെ പോകുമ്പോൾ എനിക്ക് പ്രയാസം തോന്നിയിട്ടുണ്ട്. ഞാനപ്പോൾ അവർ ഇടപെട്ട് അതെല്ലാം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും ഈ ആളുകളെ വലയ്ക്കുക എന്നുള്ള സമീപനം സാധാരണ നമുക്കുണ്ട്. അതിലൊക്കെ ഞാൻ കൃത്യമായി ഇടപെടുകയും ഒരുപാട് ആളുകളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ഞാൻ പിന്നെ കർഷക തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാനായി. അതിനാണ് എനിക്ക് ഒരിക്കലും മറക്കാത്ത ഒരു സംഭവം. അവർക്കും എന്നോട് ഭയങ്കര സ്നേഹമായി. ഒരു ദിവസം റിട്ടയർ ചെയ്തൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, സാർ നാളെ മുതൽ എന്നെ വീണ്ടും ഇവിടെ നിയമിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്താ കാര്യം, ഞങ്ങൾക്ക് PF ഇല്ല, ESI ഇല്ല, ഒന്നുമില്ല, ഞങ്ങൾക്ക് ശമ്പളം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് അതങ്ങനെ സംഭവിച്ചത്. അപ്പം സ്വാഭാവികമായിട്ടും PF പിടിക്കണമെങ്കിൽ അവരെ സ്ഥിരം ആക്കി അവർക്ക് 12% അവരുടെ ശമ്പളത്തിൽ നിന്ന് അടയ്ക്കണം, 12% ഓണർ കൊടുക്കണം. പക്ഷെ അങ്ങനെ ചെയ്തില്ല, ബോർഡ് അങ്ങനെ ചെയ്തില്ല. അപ്പോൾ എനിക്ക് വിഷമം തോന്നി, ഞാൻ അവരവിടെ പോസ്റ്റ് ചെയ്തു പിറ്റേന്ന്. പക്ഷെ അതിനുശേഷം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ജീവനക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് അന്നത്തെ PF കമ്മീഷൻ വിളിച്ചിട്ട് അതുവരെ വാങ്ങിയിട്ടുള്ള തൊഴിലാളി വാങ്ങിയിട്ടുള്ള ശമ്പളം വേവ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ബോർഡ് അടയ്ക്കേണ്ടത് ഞങ്ങൾ പൂർണ്ണമായി അടയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അടച്ച് ഇന്നിപ്പോൾ അവർക്കെല്ലാം PF-ഉം ESI ആനുകൂല്യം കൂടെ. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് സാറിന്റെ മനസ്സിൽ തോന്നി, സാർ അത് ചെയ്തു കൊടുത്തല്ലോ. സാർ, ഞങ്ങൾ ഒരു ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണല്ലോ. അല്ലാതെ സമയത്ത് വന്ന് വോട്ട് ചോദിച്ചു പോകുന്ന ഒരു ലീഡറിനെ അല്ല ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഒരു അമ്മ എന്നുള്ളക്ക് ഞാൻ ചോദിക്കുകയാണ് സാർ, നമ്മുടെ എത്ര ഡിഗ്രി പാസ്സായി കഴിഞ്ഞാലും ഇപ്പോഴത്തെ യൂത്തിലെ ജനറേഷനിലെ കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല. അവരവർ ഇറങ്ങുന്ന എഡ്യൂക്കേഷന് അനുസരിച്ചുള്ള അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ എൻഗേജ്ഡ് ആവണം. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ അവർക്കായിട്ടൊരു വരുമാനമായി, വീട്ടിലേക്കൊരു സഹായമായി അവർ എൻഗേജ്ഡായി വേറൊരു വഴിയിലേക്ക് അവർ തിരിഞ്ഞു പോകുന്നില്ല. ഇന്ന് അവർ അതാവാത്തോണ്ടല്ലേ സാർ മിക്ക കുട്ടികളും വഴിതെറ്റി പോകുന്നത്? അങ്ങനെ പറയാൻ കഴിയത്തില്ല. നമുക്ക് അതാവാത്തോണ്ടൊന്നുമല്ല. നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ജോലി കൊടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇപ്പോഴും നിലവിലില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യക്കകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ധാരാളം സാധ്യതയുണ്ട്. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കൂടുതൽ ആളുകൾ ഇവിടെ തന്നെ നിലനിർത്തുക എന്നുള്ള ഗവൺമെൻറ് ലക്ഷ്യം. ഇപ്പോൾ IT പാർക്കുകൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് IT മേഖലയുമായോ. അപ്പോൾ കേരളത്തിൽ കൂടുതൽ IT പാർക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരെ ഇവിടെ തന്നെ ജോലി കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഇപ്പം നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് സമയം എടുക്കും, അതിനും കാലങ്ങൾ എടുക്കും. കാര്യം വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു കൊച്ചു സംസ്ഥാനമല്ലേ കേരളം. നമുക്കിവിടെ ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറവാണ്. അപ്പം മറ്റ് സംസ്ഥാനങ്ങൾക്കാണെങ്കിൽ ഒരുപാട് വ്യവസായങ്ങളുണ്ട്, ഇവിടെ നമുക്ക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കുറച്ചേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് എല്ലാ ജില്ലയിലും IT പാർക്കുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ കുറേ ചെറുപ്പക്കാർക്ക് അവിടെയെല്ലാം ജോലിയാവും. അപ്പം അതുകൊണ്ട് ഈ ജോലി ഇല്ലാത്തതുകൊണ്ടല്ല വഴി തെറ്റുന്നത്, അവർ എൻഗേജ്ഡ് ആവാത്തോണ്ടല്ലേ. അവർ എൻഗേജ്ഡ് ആവണം. ഇപ്പം എൻഗേജ്ഡ് ആവണമെന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ എത്രയോ ചെറുപ്പക്കാർ സ്വന്തമായിട്ട് വരുമാന മാർഗം കണ്ടെത്തുന്ന ധാരാളം പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ ആ വഴിക്ക് ചിന്തിക്കാതെ വേറെ വഴിയിലേക്ക് തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ് ഞാൻ കാണേണ്ടത്. അതിനൊരു മാഫിയ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. സ്കൂളിലെ കുട്ടികളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്കൂളിലും കോളേജിലുള്ള കുട്ടികളാണ് ഇപ്പം ഇവർ സ്വാധീനിക്കുന്നത്. അതിനാണ് നമ്മളിപ്പോൾ അതിന് ശക്തമായ നിലപാടെടുത്തുകൊണ്ട് സ്കൂൾ കേന്ദ്രീകരിച്ചും കോളേജ് കേന്ദ്രീകരിച്ചുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഇതിന് കൃത്യമായി ബോധവൽക്കരണം, അത് കൃത്യമായി പരിശോധന, അതല്ല അവിടെയുള്ള സ്ഥാപനങ്ങൾ പരിശോധന എല്ലാം കൃത്യമായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ സാർ ഒരു കാര്യം ചോദിച്ചിട്ടെ, സാറിന് ഇപ്പം ഒരു എന്താ പറയുക, സാർ ഇപ്പോൾ പറഞ്ഞു ഇത്രയും കാലം കടന്നു പോയി എല്ലാം പോയി. പക്ഷെ ഇതിന് കുറച്ച് നാൾ മുമ്പാണ് ഞാൻ ചോദിക്കുന്നത്. എപ്പോഴും രാഷ്ട്രീയം നിലവിലുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ് സാർ. നമ്മളൊരു ലീഡറിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ദീർഘ വിഷൻ വേണം. അതെ, അല്ല ആ വിഷൻ നമ്മളല്ലോ, നമ്മളിപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചുള്ള ദീർഘവീക്ഷണം ഏത് ഗവൺമെൻറ്റിനുണ്ട്. അതുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇപ്പം കുറേ മാറ്റം വരുത്താൻ കഴിഞ്ഞു. ഇപ്പം ഇപ്പോഴത്തെ ജനറേഷനും ജോലി ഇല്ല എന്ന് പറയുന്നു. അല്ല, ഇപ്പം നമുക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ PSC ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. PSC ധാരാളം പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു കൊച്ചു സംസ്ഥാനം, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ധാരാളമുള്ള സംസ്ഥാനം. അപ്പോൾ അതെല്ലാം ആ പരിമിതി എല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പശ്ചാത്തല വികസനം ധാരാളമായിട്ടുണ്ട്.
നല്ല റോഡുകൾ വരുമ്പോഴാണ് കൂടുതൽ വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ ടാക്സ് കിട്ടുന്ന നമുക്ക് അപ്പോൾ നല്ല റോഡായി, ഫ്ലൈ ഓവറായി, വീടുകളായി, പിന്നെ ഹോസ്പിറ്റൽസ് നല്ല മെച്ചപ്പെട്ട സൗകര്യമായി. ഹോസ്പിറ്റലിൽ പണ്ടൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഈ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഈ വയറുവേദനയ്ക്കും പനിക്കും എല്ലാം ഒരു മരുന്ന്. ഇപ്പം മാറി. ഇപ്പം കുടുംബാരോഗ്യമായി നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യ കേന്ദ്രമായി മാറി. അവിടെ 5 ഡോക്ടറായി, അവിടെ എല്ലാത്തിനും മെഡിസിനായി, ലബോറട്ടറി ആയി. അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അതാണ് കുടുംബാരോഗ്യ കേന്ദ്രമായി. മനസ്സിലായി. അപ്പം അങ്ങനെ വലിയ മാറ്റം വന്നിട്ടുള്ളത്. സർ, അപ്പോൾ അതിനകത്ത് എത്ര സ്ട്രിക്റ്റ് ആയിരിക്കും സർ? ഓരോ ജില്ലകളിലും ഓരോ ഈ കൊച്ചു ക്ലിനിക്കിനോട് ഇത്രയും പേര് വരണം, ഇത്രയും പേര് അവിടെ കാണണം എന്നുള്ളത് ഗവൺമെന്റ് എത്ര സ്ട്രിക്റ്റ് ആയിരിക്കും? അതായത് ഇപ്പം അവിടെ ആവശ്യത്തിന് സ്റ്റാഫിനെ കൊടുത്തിട്ടുണ്ട്. അവിടെ രാവിലെ മുതൽ ഉച്ച വരെ ഒരു സെക്ഷൻ, ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തെ 5 മണി ഒരു സെക്ഷൻ. അപ്പോൾ 4-5 ഡോക്ടറാണ്. നേരത്തെ ഒറ്റ ഡോക്ടർ ഉണ്ടായിരുന്നത്. അത് ഇൻസ്പെക്ട് ചെയ്യുമോ? തീർച്ചയായിട്ടും DMO ലെവലിലുള്ള ഉറപ്പുവരുത്തും. എല്ലാ കൊച്ചു ക്ലിനിക്സിലും അവിടെ എല്ലാം ജനങ്ങളുടെ ജനൈക സമിതികളുണ്ട്, ഉപദേശ സമിതികളുണ്ട്. അത് കൃത്യമായി അവർ പരിശോധിക്കും. DMO പരിശോധിക്കും. ഇപ്പം നമ്മുടെ ജില്ലകളിൽ പണ്ട് മെഡിക്കൽ കോളേജിൽ പോകണമായിരുന്നു നമുക്ക് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ. ഇപ്പം എല്ലാ ജില്ലയിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാത്ത് ലാബ്, നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് 14 ജില്ലയിലുമായി. അപ്പം അത് വലിയ മാറ്റമില്ലേ? അത് മാറ്റാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലേ സർ. അതുപോലെ തന്നെ ഈ കുടുംബക്ഷേമ ഉപകേന്ദ്രമുണ്ട്. ഒരു 2-3 വാർഡുകൾക്ക് ചേർത്ത് ഒരു പഞ്ചായത്ത്. അവിടെ ഒരു നേഴ്സാണ് അത് പോകുന്നത്. അത് ചെന്നെങ്കിലായി ചിലപ്പോൾ ആഴ്ച ഒരു ദിവസം ചെല്ലും. ഇപ്പം അങ്ങനെയല്ല. അതും ജനൈക കേന്ദ്രമായി മാറി. അവിടെ JPHN, പിന്നെ ഹെഡ് നേഴ്സ് 3 ജീവനക്കാരെ പോസ്റ്റ് ചെയ്ത് അവിടെ അതുകൊണ്ട് കൃത്യമായി എല്ലാ ദിവസവും മരുന്ന്, ഈ ഷുഗറിന്, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അതും വർക്കിംഗ് കണ്ടീഷനാക്കി മാറ്റിയത്. അപ്പോൾ വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. സർ, ആസ് എ രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്ന ഇത് വെച്ച് ചോദിക്കുകയാണ്, സാറിൻ്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ജനങ്ങൾ എങ്ങനെ ആയിരിക്കണം? അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഷൻ സാറിന് എന്താണ്? ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം, സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്തിട്ട് അത് പരിഹരിക്കുന്നതിനൊരു സമയക്രമം നിശ്ചയിക്കണം. അത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ള കൂട്ടായ ആലോചന, അതിന് ആസ്പദമായിട്ടുള്ള ഫണ്ടിങ്, അതിന് പണം എവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും അതുകൂടെ കണ്ടെത്തി അങ്ങനെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്നു. അതാണ് ഏറ്റവും നല്ല ഒരു സാമൂഹ്യ പ്രവർത്തനം. അത് കറക്റ്റ് സർ. അപ്പോൾ സാറിൻ്റെതായ അഭിപ്രായം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇന്നതാണ് സാറിൻ്റെ വിഷനിൽ സാറിനൊരു കാഴ്ചപ്പാടുണ്ടാവും. പക്ഷെ സാർ ഇതൊരു ഡിസ്കഷനിൽ വെച്ചേ പറ്റത്തുള്ളൂ. അപ്പം പലർക്കും പല അഭിപ്രായങ്ങൾ വരും. അപ്പോൾ സാറിൻ്റെ ഒരു വിഷയം ചിലപ്പോൾ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ലെന്നിരിക്കും. അപ്പോൾ സാറിനുണ്ടാവുന്ന ഒരു പ്രഷർ എന്താണ്? അതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? പ്രശ്നവും പ്രയാസം വരും നമുക്കത്. കാരണം എന്ന് വെച്ചാൽ ഞാനാദ്യം MLA ആയി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയായിരുന്നു. എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. അത് കൃത്യമായി ഞാൻ നടപ്പാക്കി പലയിടത്തും. ഈ കേരളത്തിൽ ആദ്യമായി ഈ സമ്പൂർണ്ണ ഹൈടെക് സ്കൂൾ തുടങ്ങിയത് ഞാനാണ്, അടൂർ മണ്ഡലത്തിലാണ്. അതായത് നമുക്ക് ഈ കണ്ടും കേട്ടും പഠിക്കാൻ പറ്റും. അത് തന്നെ നമ്മൾ സാധാരണ കുട്ടികളെ ചെയ്യുന്നത് വെച്ചാൽ പാഠപുസ്തകം നാളെ നോക്കി പഠിപ്പിക്കുകയില്ലേ. ഇതത് വേണ്ട. നമ്മൾ എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ്വെയറിലാക്കി ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിമോട്ട് മൗസ് ഉപയോഗിച്ച് ദൂരെ നിന്ന് ഓൺ ചെയ്തിട്ട് TV-യിൽ അത് കാണിക്കാൻ പറ്റും. അത് ആദ്യം നടപ്പാക്കി ഞാൻ. പക്ഷേ എനിക്ക് എല്ലായിടും നടപ്പാക്കാൻ പറ്റിയില്ല. ഒരു സ്കൂളിൽ നടപ്പാക്കാൻ പറ്റുള്ളൂ. കാര്യം വലിയ സമ്പത്താണ് അതിന് ചിലവഴിക്കുന്നത്. ഇൻ്റർനാഷണൽ സ്കൂളിലെല്ലാം അതുണ്ട്. അത് പക്ഷേ ഇപ്പൊ പിന്നെ സംസ്ഥാന ഗവൺമെന്റ് 54,000 ക്ലാസ് മുറി സമ്പൂർണ്ണമായിട്ട് ഹൈടെക് ആക്കിയിട്ടുണ്ട്. അപ്പൊ സാറിന് ചുറ്റും പ്രഷർ വരുമ്പോൾ സാറിൻ്റെതായ ഡിസിഷൻ എടുക്കാൻ പലയിടത്തും സാധിക്കുന്നില്ല, ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് തന്നെയാണ് സാർ നിയമസഭയിൽ സാധിക്കുന്നത്. അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും കിടന്ന് ഇങ്ങനെ വഴക്ക് പറയുമ്പോഴും അവരുടെ ആർഗ്യുമെന്റ്സ് നടക്കുമ്പോഴും സ്വാഭാവികമായിട്ടും രണ്ടുപേരെയും നിയന്ത്രിക്കേണ്ടുന്ന ഒരു ബുദ്ധിമുട്ട് വരും നമുക്ക്. പ്രതിപക്ഷത്തിൻ്റെ അവകാശം സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിന് അവരുടെ തീരുമാനം നടപ്പാക്കാൻ കഴിയുകയും വേണം. ഇത് രണ്ടും വേണം. രണ്ടിൻ്റെ ഇടയിൽ വലിയ പ്രയാസമാണ് നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ. അതെ സാർ, എന്തറിയോ, ഞങ്ങൾ ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ TV കൂടിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ അസംബ്ലി എല്ലാം കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കാണുമ്പോൾ അവിടെ അടിയും പിടിയും ബഹളവും ഒക്കെ നടക്കുന്നുണ്ട്. സ്പീക്കറിന്റെ ഡയസ് വരെ എത്തുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ശരിക്കും സാർ അവിടെ ഒരു നിയമവും അച്ചടക്കവും ഒക്കെ ഇല്ലേ? തീർച്ചയായിട്ടും അത് ശരിയായ നടപടി അല്ലെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം പ്രതിഷേധിക്കാം നമുക്ക്, പക്ഷേ സ്പീക്കറിന്റെ ഡയസ് കയറാൻ പാടില്ല. നടുത്തളത്തിൽ ഇറങ്ങാം. അത് എങ്ങനെ ഇറങ്ങുമെന്ന് വെച്ചാൽ ഏറ്റവും അവസാനം
എന്താണ് ഒരു സമരത്തിൻ്റെ അങ്ങേയറ്റം എൻഡ് വരുമ്പം നടുത്തളത്തിൽ ഇറങ്ങാം. പക്ഷെ എന്നാലും സ്പീക്കർ ഡൈസ് കയറാൻ പാടില്ല. പക്ഷെ ഇപ്പൊ നടക്കുന്നത് സ്പീക്കർ ഡൈസ് കയറുക, പിന്നെ എന്താണ് ബാനർ വെച്ച് മറയ്ക്കുക, അതൊക്കെ ഒരു ജനാധിപത്യ സമരമല്ല, അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ശരിക്കും സാർ ഇത് ഇവർ ചെയ്യുന്നതിന് മുമ്പ് ഇവർക്ക് ആർക്കും അറിയില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്? അതാണ് സ്ട്രിക്റ്റ് ആയിട്ട് നടപടി എടുക്കാൻ പറ്റും. നടപടിയെടുത്തപ്പം പാർലമെന്റിൽ അങ്ങനെ ചെയ്യുമ്പോഴും നിയമസഭയിൽ അങ്ങനെ ചെയ്യുമ്പോഴും പുറത്താക്കാറുണ്ട്. ഞങ്ങൾ അങ്ങനെ പുറത്താക്കിയിട്ടുണ്ട്. ആ സെഷൻ തീരുന്നവരെ നിയമസഭയ്ക്ക് കയറാൻ പറ്റില്ല. ഓ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോ ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാണോ സാർ പറയുന്നത്? സ്ട്രിക്റ്റ് ആണ്, പക്ഷേ അതിനകത്ത് ഈ സ്ട്രിക്റ്റായി നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സാർ, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് സാറിന്റെ എന്താ പറയാ ചെയ്യാനുള്ള അധികാരങ്ങൾ? അല്ല, പ്രത്യേകിച്ച് ഡെപ്യൂട്ടി സ്പീക്കർക്ക് അധികാരം ഇല്ല. അതായത് സ്പീക്കർ ചുമതലപ്പെടുത്തുന്ന അധികാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഡെപ്യൂട്ടി സ്പീക്കർക്കുള്ളൂ. സ്പീക്കർ ഇല്ലാത്തപ്പം സ്പീക്കർ അധികാരങ്ങളെല്ലാം കിട്ടും. അതായത് സ്പീക്കർ ചെയറിലില്ല, അപ്പം ചെയറിലിരിക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ ആണെങ്കിൽ സ്പീക്കർക്കുള്ള മുഴുവൻ അധികാരവും അപ്പം ഡെപ്യൂട്ടി സ്പീക്കർ കിട്ടും. എപ്പം ചെയറിൽ നിന്ന് മാറുന്നോ അപ്പോൾ അതില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർക്ക് മുകളിലുമല്ല, സ്പീക്കർക്ക് താഴെയല്ല. ഇത് രണ്ടിൻ്റെയും ഒരു സെപ്പറേറ്റ് ഭരണ സംവിധാനമാണ്. അയ്യോ, അത് അറിഞ്ഞൂടാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ് സാർ. സാർ, അപ്പം സാറിൻ്റെ കോളേജ് ടൈംസിലൊക്കെയാണ് സാർ രാഷ്ട്രീയത്തിലേക്ക് വന്നതുമെല്ലാം. അന്നത്തെ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടൊന്ന് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഒരുപാട് ഒറ്റ മാറ്റമുണ്ട്. അപ്പൊ ഇന്നത്തെ തലമുറയിലുള്ള രാഷ്ട്രീയം, അന്ന് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് രാഷ്ട്രീയം സെപ്പറേറ്റ് രാഷ്ട്രീയമാണെങ്കിൽ ഞങ്ങളൊക്കെ ലീഡർഷിപ്പ് പരസ്പരം സൗഹൃദത്തിലാണ് പോയത്. അതുകൊണ്ട് രാഷ്ട്രീയ സംഘർഷങ്ങളില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല, ശത്രുത നിറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതൊരിക്കലും നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് അഭിപ്രായം വേണം, ഓരോ പാർട്ടിക്കാരുടെയും ആശയങ്ങൾ പ്രചരിപ്പിക്കാം, പക്ഷേ പരസ്പരം ശത്രുത നിറയോടുകൂടി ഇടപെടാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇപ്പൊ ശത്രുത ഉണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, നമ്മൾ കാണുന്നില്ലേ സാർ? ഇതിനെല്ലാം ഇരയാവുന്ന ജനങ്ങളാണ്. അതേ ഞാൻ പറഞ്ഞു, ശത്രുത വേണ്ട. നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, ആശയം പ്രചരിപ്പിക്കാം, നമ്മുടെ ആശയം പ്രചരിപ്പിക്കാം. അതിലേതാണ് വസ്തുത, ആളുകൾക്ക് ഇഷ്ടം ഏതാണ്, അതിലേക്ക് പോകാം. പക്ഷേ അതിൽ ശത്രുതാ മനോഭാവത്തോടെ ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സാർ, ശരിക്കും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പൊളിറ്റിക്സ് പിള്ളേരുണ്ടല്ലോ, ഇഷ്ടം പോലെ യൂത്ത് ഉണ്ട്, അവരോടൊക്കെ സാർ എന്താണ് അഡ്വൈസ് കൊടുക്കാനുള്ളത്? അവർ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം വേണം എല്ലാവർക്കും. കാര്യം രാഷ്ട്രീയം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ നയിക്കുന്ന ഒരു തലമുറയാണല്ലോ വളർന്നു വരുന്നത്. പക്ഷേ ജനങ്ങളോട് അവർക്ക് താല്പര്യം പ്രത്യേകം വേണം, സമൂഹത്തോട് പ്രതിബദ്ധത വേണം. എന്തിനു വേണ്ടിയാണ് നാം ജീവിക്കുന്നത്, തിരിഞ്ഞു നോക്കും നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? നല്ല തിരിച്ചറിവും നല്ല ബോധവും ഉണ്ടായി സമൂഹത്തോട് കടപ്പാടും കടമയുള്ളവരായി മാറണം യുവതലമുറ. പലപ്പോഴും അതില്ലാത്തതിൻ്റെ ഒരുപാട് പ്രശ്നം നമുക്ക് നേരിടുന്നുണ്ട്. അപ്പോൾ അവിടെ ആ നിലയിലേക്ക് നമ്മുടെ യുവതലമുറ മാറി വരണം. അതില്ലാത്ത സമയമുണ്ട് സാർ. അപ്പോൾ ഒന്നിനും ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തരുന്നില്ല സാർ. എല്ലാം ഞാൻ പറഞ്ഞത് അത് വേണമെന്നാണ് പറഞ്ഞത്. പുതുതലമുറ, നമ്മുടെ തലമുറയ്ക്ക് ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. അവരെന്താണ് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരായി മാറണം. താൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, സമൂഹത്തോട് തനിക്ക് എന്ത് സംഭാവന ചെയ്യാൻ പറ്റും, താൻ തൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. അപ്പോൾ അതുകൊണ്ട് സമൂഹത്തോട് പ്രതിബദ്ധതയും കടമയും കടപ്പാടുമുള്ള ഒരു തലമുറയായി യുവതലമുറ മാറണം. സാർ അഡ്വൈസ് കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എവിടെ പോയാലും അതാണ് ആദ്യം പറയുന്ന അഡ്വൈസ്. അതായത് നമുക്കെല്ലാം അറിയുന്നവരാണെന്ന ബോധമാണ് എല്ലാവർക്കും ഉള്ളത്, പക്ഷേ തിരിച്ചറിവില്ല. തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പം അതിനെന്താണ്, ഒരു മനുഷ്യൻ നല്ല ജ്ഞാനമുള്ളവരായി മാറണം. അപ്പം അവന് അറിവുണ്ടാവണം, അതോടൊപ്പം തിരിച്ചറിവും വരണം. തിരിച്ചറിവില്ലെങ്കിൽ ഈ അറിവ് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ വരണം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഒരു നല്ല മനുഷ്യനാകാൻ പറ്റണം. എങ്ങനെയാണ് നല്ല മനുഷ്യനാകുക? നല്ല വാക്ക് പറയണം, നല്ല പ്രവൃത്തി ചെയ്യണം, നല്ല ചിന്തയുള്ളവരായിരിക്കണം, നല്ല സ്വഭാവമുള്ളവരായിരിക്കണം, നല്ല ഹൃദയമുള്ളവരായിരിക്കണം. അപ്പം നല്ല ഹൃദയവും നല്ല സ്വഭാവവും നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും നല്ല വാക്കുമുള്ളവരായി നമുക്ക് മാറാൻ കഴിഞ്ഞാൽ നല്ല മനുഷ്യനാവും. അത് സത്യ, അങ്ങനെ ആവണം എല്ലാവരും. സർ, നാടിൻ്റെ വികസനം എന്ന് നമുക്ക് ശരിയാണ്, വികസനം ഡേ ബൈ ഡേ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഒരു വികസനം അനുസരിച്ചാണ് ഓരോ കുട്ടികൾക്കും ജോലി കിട്ടുന്നതും. അതിനുള്ള ഒരു, ഞാൻ പറയില്ലേ സാർ, ഒരു ദീർഘവീക്ഷണം, അതായത് ഇൻഫ്രാസ്ട്രക്ചർ അതിന് വേണ്ടി കണ്ടെത്തണം, എല്ലാം അതിനുള്ളൊരു പുരോഗമനം നമ്മുടെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്.
അത് ഇനി സാറ് വിശ്വസിക്കുന്ന പോലെ സാർ തലമുറകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലല്ല, അതുണ്ടായി ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു വിഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിച്ച് അന്യനാട്ടിൽ പോയിട്ട് ജോലി ചെയ്ത് കൊണ്ടുവരണം, പ്രവാസികളെ പോലെ. അതുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ നാടിന് വേണ്ടി ജോലി ചെയ്യാൻ ഒരു ആവേശം എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഈ എന്താണ് എല്ലാവർക്കും ഇവിടെ തന്നെ ജോലി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതെ. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ അതിനു വേണ്ടി നമുക്കില്ല. എന്നാൽ ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. ഇപ്പം IT മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റം. അവരെല്ലാം ഇവിടെ തന്നെ ജോലി, ഇപ്പം നഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലി ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇവിടെ PSC വഴി കിട്ടുന്നുണ്ട്. കുറച്ച് മാറിയിട്ടുണ്ട്, കുറച്ച് മാറും. അപ്പൊ നമുക്ക് ആ ശുഭപ്രതീക്ഷയോടുകൂടി മാറും. ഇനി മാറണം. എന്തായാലും അതിനുള്ള ഒരു എനർജി ഞങ്ങൾക്കൊക്കെ സാറിന് തന്നേ പറ്റുള്ളൂ. എന്റെ ഒരു ചെറിയൊരു ഫീസ്റ്റ് ഞാൻ സാർ വരുമ്പോൾ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഡൈനിങ്ങിലോട്ടൊന്ന് മാറിയാലോ സാർ? സാറിനോട് ചോദിക്കാതെ പോയൊരു ചോദ്യമുണ്ട് സാർ. സാറിന്റെ അഭിനയത്തെ കുറിച്ച് ഞങ്ങളോടൊന്ന് പറയാം. കുട്ടിക്കാലത്ത് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞല്ലോ. പിന്നീട് ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത് സീരിയലിലാണ്, വധു. ഓക്കെ. സൂര്യ. ഓക്കെ. അതാരാ സാറിന് ക്ഷണിക്കുന്നത്? അതിന്റെ ഒരു സുഹൃത്താണ് നിശ്ചയിച്ചത്. അല്ല, ക്യാരക്ടർ എന്തുവായിരുന്നു? അതിൽ MLA ആയിട്ട് തന്നെയാണ് ഞാൻ അഭിനയിച്ചത്. അപ്പോൾ രസകരമായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരത്തായിരുന്നു ഷൂട്ടിംഗ്. അതിന്റെ രണ്ടാമത്തെ പാർട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് എന്ന് വെച്ചാൽ MLA തട്ടിക്കൊണ്ടു പോകുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, തട്ടിക്കൊണ്ടുപോകാൻ ഞാനില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അഭിനയിക്കുന്നത് ക്യാപ്റ്റൻ രാജു സംവിധാനം ചെയ്തിട്ടുള്ള മിസ്റ്റർ പവനായി. അതിൽ ബാങ്ക് മാനേജറായിട്ട് വിജയരാഘവന്റെ മകൻ എൻ്റെ എൻട്രി ആയിരുന്നു. പക്ഷെ അത് പിന്നെ എന്താ പടം കുറച്ച് താമസിച്ചാണ് ഇറങ്ങിയത്. പിന്നെ പൊന്നമ്മ ബാബുവിന്റെ മോളും അഭിനയിച്ചിട്ടുള്ള. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ വീണ്ടും നിന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സയൻസ് ചിത്രം ഉണ്ടായിരുന്നു, ആകാശങ്ങൾക്കപ്പുറം. സയന്റിസ്റ്റായിട്ട് അഭിനയിച്ചു. പിന്നീട് പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു, അതിൽ സമാന്തര പക്ഷികൾ, കളക്ടറായിട്ട് അഭിനയിച്ചു. അപ്പൊ സാറ് ബിസി ഷെഡ്യൂൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. പിന്നെ കുറെ അധികം ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്കൊരു ഹോബിയാണ്, അഭിനയം എന്നുള്ളതുകൊണ്ട് അതിന് സമയം കണ്ടെത്താറുണ്ട്. ബുക്സ് ഒക്കെ ഒരുപാട് വായിക്കും. ഇഷ്ടമാണ് സാർ. ബുക്സ് വായിക്കുന്നതുകൊണ്ടാണ് പ്രസംഗിക്കാൻ പറ്റുന്നത്. അതെ സാർ. രാഷ്ട്രീയത്തിലെ സാറിനൊരു റോൾ മോഡൽ ആരാണ്? രാഷ്ട്രീയത്തിൽ C അച്യുതമേനോൻ. കാര്യം അദ്ദേഹമാണ് കേരളത്തിലെ ഇന്ന് കാണുന്ന എല്ലാ വികസന പ്രവർത്തനം കൊണ്ടുവന്ന അദ്ദേഹമാണ്. ഒരു പഞ്ചായത്തിലൊരു സ്കൂള്, ഒരു പഞ്ചായത്തിലൊരു ഹോസ്പിറ്റൽ, അതുപോലെ പൊതുമേഖലാ സ്ഥാനം 56 പൊതുമേഖലാ സ്ഥാനങ്ങളുണ്ട് കേരളത്തിൽ. അതെല്ലാം കൊണ്ടുവന്ന അദ്ദേഹമാണ്. ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അങ്ങനെ അതുകൊണ്ട് അദ്ദേഹമാണ് എൻ്റെ ഒരു റോൾ മോഡൽ സാറിന്. ഓക്കെ സാർ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ രാഷ്ട്രീയമായിട്ടുള്ളൊരു അതിൻ്റെ ഒരു പങ്ക്, അതിന്റെ ഒരു ഇടപെടൽ എത്രമാത്രം സാർ? സോഷ്യൽ മീഡിയ ആവശ്യമില്ലാതെയും അനാവശ്യമായിട്ടും ഒക്കെ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ. നമ്മുടെ സ്വകാര്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ കടന്നു കയറുന്നത് ഈ സോഷ്യൽ മീഡിയ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു നിയമം കൊണ്ടുവരേണ്ടതാണ്. ആരെയും എന്തും പറയാം, എങ്ങനെ ആക്ഷേപിക്കാം, അതിനാർക്കും ഒരു തടസ്സമില്ല. എനിക്ക് എന്തും ചെയ്യാം സോഷ്യൽ മീഡിയയിലൂടെ എന്നുള്ളതിൽ കറക്റ്റായി മാറിക്കൊണ്ടിരിക്കുക. അതിനെ നിയന്ത്രിച്ചേ പറ്റൂ. അത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയും ഈ മൊബൈലിന്റെ അതിപ്രശ്നം വന്നപ്പോഴും നമ്മുടെ തലമുറയെ ബാധിച്ചിട്ടുണ്ട്. അതെ, ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. സാർ ഇപ്പോൾ ഒരുപാട് യാത്ര ചെയ്യാറുണ്ടല്ലോ, സാറിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ചോറും മീനോ നാടൻ ഭക്ഷണം. വെളി രാജ്യത്തൊക്കെ പോകുമ്പോഴോ? അവിടെ പോയാലും ഞാൻ ഇത് ചോദിക്കും, ഉണ്ടോ എന്ന് ചോദിക്കും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം അതോടൊപ്പം തന്നെ ഈ ഞണ്ട്, കൊഞ്ച്, മീൻ വിഭവങ്ങളാണ്, കക്കയിറച്ചി, ഇതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ. എന്നും മീൻ കഴിക്കുന്നതിന് ചെറിയൊരു മാറ്റം, അപ്പൊ നമുക്ക് അതുകൂടെ ഒന്ന് ട്രൈ ചെയ്യണ്ടേ? ഈ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്നതിൽ എൻ്റെ ഭാര്യ മിടിക്കുക. ഞാൻ ചേച്ചിയുടെ കൂടെ ഏറ്റവും നന്നായി ഭക്ഷണം പാചകം ചെയ്യും. നല്ലോണം ചിക്കൻ വെക്കും, നല്ലോണം മട്ടൺ കറി വെക്കും, നല്ലോണം ഫിഷ് കറി വെക്കും.
അപ്പൊ ഞാനൊരു ദിവസം വീട്ടിൽ വരാം, ഞാൻ കുറെ റെസിപ്പി പഠിക്കാലോ. അപ്പൊ റെസിപ്പി പഠിച്ചിട്ട് ഞാനും എന്റെ പ്രേക്ഷകരും കൂടെ പങ്കുവെച്ചോളാം. തീർച്ചയായിട്ടും വരാം സാർ. അപ്പൊ ഇപ്രാവശ്യം ഞാൻ പരീക്ഷിച്ച സാർ പറയണം, ചേച്ചിയോളം വരികയല്ല, പക്ഷെ എന്നാലും പക്ഷെ ഞാൻ ഇത് കാണുന്നുണ്ട് ഈ പ്രോഗ്രാം. അപ്പം നന്നായി. ഒക്കെ ദൈവാനുഗ്രഹം സാർ, അത്രേ ഉള്ളൂ. സാറിന് മീനിനോടാണ് പ്രിയം, പക്ഷെ എന്നാലും ഒരു ചേഞ്ച്. നന്നായി. താങ്ക് യു സർ. കാര്യം ഞാനിപ്പോൾ ചിക്കൻ കഴിച്ചിട്ട് അടുത്ത നാളെ കുറേ നാളായി. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പോയ വീട്ടിൽ ഒരു ചിക്കൻ കൊണ്ടുവച്ചു, ഞാൻ തൊട്ടില്ല, ഫിഷ് മാത്രം കഴിച്ചു. എന്റെ ദേവി. അടുത്ത പ്രാവശ്യം ആവട്ടെ സാർ, ഞാൻ നല്ലൊരു ഫിഷ് കറി ചെയ്യാം. നമ്മുടെ നാടനല്ല, അല്ലാതെ ഒരു സ്പെഷ്യൽ സാധനം. അപ്പൊ ട്രൈ ചെയ്യാലോ സാർ? തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും സാർ വിലയേറിയ സമയത്ത് ഞങ്ങളുടെ അടുത്ത് വരൂ. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു. ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും മനസ്സിലായി. സാർ, ഞങ്ങൾ സാറിനോട് പറഞ്ഞ കുറേ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ സാറിനൊരു പ്രചോദനമായിട്ട് വരാൻ ഞങ്ങളൊരു ചെറിയ ഗിഫ്റ്റ് തരട്ടെ. ഇതൊരു ചെറിയ ഗിഫ്റ്റാണ് സാർ. സാർ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചതിന് താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സാറിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാ വീട്ടമ്മമാരുടെ ആവശ്യമാണെന്ന് എനിക്കറിയാം. കാര്യം നമ്മളെല്ലാം അതിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരല്ലേ. ദൈവം അനുഗ്രഹിച്ച് അതെല്ലാം നടക്കട്ടെ. പുതിയ അതിഥികളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Ali's Kitchen. Let's cook with love.